ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ RRB ഗ്രൂപ്പ് ഡി 2025 നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം RRB ഗ്രൂപ്പ് ഡി എക്സാമിനെ സംബന്ധിച്ച് ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ്, പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത്. കാരണം നമുക്കറിയാം 2024 ഗ്രൂപ്പ് ഡിയുടെ എക്സാം നടന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതത്രയും നീണ്ടുപോകാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഗ്രൂപ്പ് ഡിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോർട്ടിൽ നടന്നൊരു കേസ് തന്നെയായിരുന്നു. അത് ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച്, അതായത് ITIക്കാർക്ക് മാത്രമായിട്ടുള്ളൊരു പോസ്റ്റ് ആവണം ഗ്രൂപ്പ് ഡി എന്നുള്ള രീതിയിൽ കേസും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ വിധി വന്നത് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് 10th+ ITI യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കുമെന്ന രീതിയിൽ തന്നെയാണ്. അതായത് 2024 എക്സാംസ് അങ്ങനെ കണ്ടക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ നമുക്കിനി പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നമുക്ക് തൊഴിൽ വാർത്തയിൽ വന്ന ഒരു ന്യൂസാണ്. അതായത് തൊഴിൽ വാർത്തയിൽ ഈ പുതിയ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് വന്നൊരു ന്യൂസാണ്. അതിൽ യോഗ്യത പറഞ്ഞിരിക്കുന്നത് 10th ക്ലാസ്, ITI, NAC തുടങ്ങിയ യോഗ്യതകൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ജാനുവരി 21-നാണ്. അപ്പോൾ നോട്ടിഫിക്കേഷനിലും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ, യോഗ്യതയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. ഇവിടെ 22,000 വേക്കൻസീസ് ആണ് ഗ്രൂപ്പ് ഡിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം 22,000 വേക്കൻസീസുമായിട്ടാണ് 10th ക്ലാസ് യോഗ്യതയിൽ ഒരു എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അപ്പം നമുക്കറിയാം 2024 എക്സാം കുറച്ച് അധികം നീണ്ടുപോയി ഈ കേസും കാര്യങ്ങളൊക്കെ കൊണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് അധികം ടൈമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ JEയുടെ എക്സാമും ALPയുടെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം ഈ നോട്ടിഫിക്കേഷൻ വന്ന് ഉടൻ തന്നെ ഒരു 4-5 മാസം, അല്ലെങ്കിൽ മാക്സിമം പോയാൽ നമുക്കൊരു 7 മാസത്തെ ടൈം ആയിരിക്കും ഗ്രൂപ്പ് ഡി എക്സാമിനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വന്ന ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. ഈ ഷോർട്ട് നോട്ടീസിൽ നമുക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 21/1/2026 നോട്ടിഫിക്കേഷൻ വരും. 20/2/2026 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാക്സിമം എല്ലാവരും തന്നെ, ഈ യോഗ്യതയുള്ളവരൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 22,000 വേക്കൻസീസുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നീട് നമുക്കറിയാം 2026 കലണ്ടറും റെയിൽവേ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2025 ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പം ഇനി 2026 ഈ റെയിൽവേ ഭാഗത്ത് നിന്ന് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതായത് NTPC, ALP, ടെക്നീഷ്യൻ, JE, അതേപോലെ ഗ്രൂപ്പ് ഡി തുടങ്ങിയ എല്ലാ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ 2026 നോട്ടിഫിക്കേഷൻസും ഉടൻ തന്നെ വന്നു തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലി സ്വന്തമാക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പം ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് അതൊക്കെ സാധ്യമാകട്ടെ. ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ RRB, NTPC, അതേപോലെ ഗ്രൂപ്പ് ഡി, JE, ALP തുടങ്ങിയ എല്ലാ കോഴ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പഠിക്കാനുള്ള അവസരം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിലുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ലൊക്കേഷൻ വരുന്നത് അടൂരാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.